പ്രഭാഷകൻ 28-ാം-17 ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. സ്നേഹമുള്ളവരെ, നാവ് അത് എത്ര സുരക്ഷിതമായിട്ടാണ് അത് വച്ചിരിക്കുന്നത്. ചുണ്ടിൻ്റെ സംരക്ഷണം, പല്ലിൻ്റെ സംരക്ഷണം ഒക്കെ നൽകി നാവ് അകത്ത് ദൈവം വച്ചിരിക്കുന്നത് അത് ബോധപൂർവമാണ്. ചില സുരക്ഷിതങ്ങൾ എപ്പോഴും അതിന് വേണം, ചില വലകൾ, ചില വേലികൾ അതിന് വേണമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുകയാണ്, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ ശരീരം നോവുമെന്നർത്ഥം, അസ്ഥികൾ തകരുമെന്നർത്ഥം. സ്നേഹമുള്ളവരെ, സൂക്ഷിക്കണം. നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ അസ്ഥികൾ തന്നെ നോവിപ്പിക്കുന്ന വിധത്തിൽ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോവ് സമ്മാനിക്കാൻ, മറ്റുള്ളവരെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ നാവ് എന്നത് കൊണ്ട് തന്നെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. ഈ നാവിനെ എത്രമാത്രം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് അതിൻ്റെ അവസ്ഥ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാവ് സൂക്ഷിക്കുമ്പോൾ, നാവ് നല്ലത് പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിന്നിൽ വിശുദ്ധി കൃപകൾ വന്ന് നിറയുന്നതിനും അത് മുഖാന്തരമാവും. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ഇന്ന് നാവ് കൊണ്ട് ഈശോയെ സ്തുതിക്കാനും, നാവ് കൊണ്ട് നന്മ പറയാനും, നിന്നിൽ നിക്ഷേപങ്ങൾ കൂട്ടാനും നാവിനെ ഉപയോഗിക്കാം. ആമേൻ.